അക്ഷയ കേന്ദ്രങ്ങൾ നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അത്താണിയാണ്. അവിടെ നിന്നാണ് പല ആപ്ലിക്കേഷനുകൾ അയക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പെൻഷൻ്റെ കാര്യത്തിനായാലും ശരി തന്നെ, ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും സബ്സിഡികളും അടക്കം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആപ്ലിക്കേഷൻ നൽകാൻ, അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യിക്കാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ സാക്ഷരത ഇല്ലാത്ത സാധാരണ ജനങ്ങളായാലും ശരി തന്നെ, അല്ലാത്ത ആൾക്കാരായാലും ശരി അക്ഷയയാണ് സമീപിക്കുന്നത്. ഇപ്പോൾ അക്ഷയയ്ക്ക് പുറമെ ചില കമ്പ്യൂട്ടർ സെൻറ്ററുകൾ ഈ പറയുന്ന അക്ഷയ നൽകുന്ന അതേ സേവനങ്ങൾ കൂടിയ പണം കൂടുതൽ ഈടാക്കിക്കൊണ്ട് വേഗത്തിലൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നിയമവിധേയമായിട്ട് നടത്തുന്ന പരിപാടിയാണോ? തീർച്ചയായിട്ടും ഇത് നിയമവിരുദ്ധമാണ്. കാരണം അക്ഷയ സെൻറ്ററുകളിൽ ഗവൺമെൻറ് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രിയൻ സൂചിപ്പിച്ചതുപോലെ ക്ഷേമനിധി പെൻഷൻ്റെ പുതുക്കൽ, അതുപോലെ തന്നെ മറ്റ് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ജാതി സർട്ടിഫിക്കറ്റുകൾ, ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെയൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അക്ഷയ സെൻറ്ററുകൾ വഴിയാണ് നമ്മൾ പുതുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് പുതുക്കി നൽകാനും ഒക്കെ കഴിയുന്നുണ്ട്. പക്ഷേ ഈ അക്ഷയ സെൻറ്ററുകളിൽ ഈ പറഞ്ഞതുപോലെ ഈ പെൻഷൻ്റെ പുതുക്കലൊക്കെ വരുമ്പോൾ ഭയങ്കരമായ ക്യൂ ആണ്. സാധാരണക്കാരായ ആൾക്കാർ ഈ ക്ഷേമ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് പേടിച്ച്, ഇപ്പോൾ ഡേറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ സെപ്റ്റംബർ 30 വരെയൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് സൈറ്റ് കാണത്തില്ലെങ്കിലോ നമ്മുടെ പെൻഷൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയെ തുടർന്ന് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് എന്ന് ഇടിച്ച് കയറുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ കിസാൻ, പ്രധാനമന്ത്രിയുടെ കിസാൻ എൻ്റെ പൈസ ഉണ്ട് 2000 രൂപ വെച്ച് 3-4 തവണയായിട്ട് ഒരു വർഷത്തിൽ നൽകുന്ന. അപ്പോൾ ഇതിനൊക്കെ പുതുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം അക്ഷയ സെൻറ്ററുകളെയാണ് സമീപിക്കുന്നത്. അക്ഷയ സെൻറ്ററുകളിൽ രാവിലെ 9 മണിക്കൊക്കെയാണ് തുറക്കുന്നതെങ്കിൽ 7:30 മുതലേ അവിടെ വന്ന് ക്യൂ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ അക്ഷയ സെൻറ്ററുകളുടെ യൂസർ നെയിമും പാസ്വേഡും ഒന്നുകിൽ അവരുടെ സ്റ്റാഫുകളോ മറ്റോ കൊടുത്തിട്ടോ, അല്ലെങ്കിൽ അത് കൈക്കലാക്കി. ഇപ്പോൾ KLM 124 എന്നുള്ള ഒരു സെൻറ്റർ കോഡ് എടുത്തുകൊണ്ട് ഇപ്പോൾ വ്യാപകമായിട്ട് തട്ടിപ്പുകൾ നടത്തുന്നു. തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഇത് അക്ഷയ സെൻറ്റർ ചെയ്യുന്ന പോലെ ചെയ്തു കൊടുക്കും, പൈസ കൂടുതൽ വാങ്ങിക്കും, പെട്ടെന്ന് കാര്യം നടക്കുന്നതുകൊണ്ട് ഇവരെല്ലാം ഇതിനകത്ത് ചെന്ന് വീഴുകയാണ്. പക്ഷേ ഇത് നിയമപരമായി ഇത് അനുവദനീയമല്ല. കാരണം പലപ്പോഴും ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത് പുതുക്കുന്നതിനൊരു തുകയുണ്ടാവും, ഒരു നിശ്ചിത തുകയായിരിക്കും. ചിലപ്പം അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ളൊരു തുകയായിരിക്കും അക്ഷയ സെൻറ്ററുകൾ ഈടാക്കുന്നത്. അതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെയാണ് ഈ കമ്പ്യൂട്ടർ സെൻറ്ററുകൾ വാങ്ങുന്നത്. അതുമാത്രമല്ല അവർക്ക് അതിനുള്ള അധികാരം പോലുമില്ല. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായ ഒരു തട്ടിപ്പുകളാണ് നടന്നു വരുന്നത്. ഇപ്പം വളരെ പെട്ടെന്ന് ചിലപ്പോൾ റെഡിയാക്കി കൊടുക്കും. അതുമാത്രമല്ല ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. ഒരാളുടെ മുഴുവൻ ഡാറ്റ ഈ കമ്പ്യൂട്ടർ സെൻറ്ററിലുള്ള ആളിന് സ്വന്തമാവുകയാണ്, ഇല്ലേ? അതല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ പതിയിരിക്കുന്ന ഒരു അപകടം. അതായത് ഈ ഡേറ്റ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സാധനം ഡേറ്റയാണ്. ഒരാളെ പറ്റിയുള്ള വിവരങ്ങൾ. ഞാൻ എന്ന വ്യക്തി എടുക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, എന്താണ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, എൻ്റെ സ്ഥലം എവിടെയാണ്, എൻ്റെ അഭിരുചികൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് മിക്കവാറും ഈ പറയുന്ന ഇൻ്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് അൽഗോരിതം കണക്കാക്കി പല സോഷ്യൽ മീഡിയയിൽ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു ബിടെക് കഴിഞ്ഞ ആളാണെന്ന് വെച്ചോളൂ. ബിടെക് കഴിഞ്ഞാണെങ്കിൽ എനിക്ക് ഇപ്പോൾ തൊഴിലില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വിവരം കിട്ടുന്ന ആൾക്കാർ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ നൗക്കറി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. കാരണം എൻ്റെ ആവശ്യം എന്താണ് എന്ന് ഊഹിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റ വലിയ ഉപയോഗമുള്ള കാര്യമാണ്. അയാളുടെ വയസ്സ് എത്രയാണ്, അയാൾക്കപ്പോൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന ഷുഗറിൻ്റെ സാധനങ്ങൾക്ക്, ഇല്ലെങ്കിൽ മെഡിസിന്, ഹോസ്പിറ്റൽ സർവീസിന്, ഇല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. ഇല്ലെങ്കിൽ ഒപ്റ്റിക്കൽസ്, ഉറപ്പായിട്ടും കണ്ണട 50 വയസ്സ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെക്കേണ്ടി വരും. അപ്പോൾ 45 വയസ്സ് കഴിഞ്ഞാൽ തന്നെ വെള്ളയെഴുത്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും അയാളുടെ വരുമാനം, വസ്തുവിന്റെ പറ്റി കിട്ടി, ഇതെല്ലാം തെളിയുകയാണ്, എല്ലാം കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടി കഴിയുമ്പോൾ ഇയാൾക്ക് വേണ്ട എന്താണോ അത് മാർക്കറ്റിംഗ് വഴി അയാളുടെ മുന്നിൽ എത്തിക്കാനും അയാളെ അതിലേക്ക് ആകർഷിക്കാനും ഒക്കെ. അപ്പോൾ ഇത് മാത്രമല്ല, പല കാര്യങ്ങളിലും ആൾക്കാരെ സ്വാധീനിക്കാനും പറ്റും, അവരുടെ അഭിരുചികൾക്ക് അനുസരിച്ചുള്ള സാധനങ്ങൾ നൽകിക്കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഡാറ്റ ചോർത്തപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പറ്റിയുള്ള വിവരങ്ങൾ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. UPI മറ്റേ ഇതുണ്ടല്ലോ, ഇപ്പോൾ ട്രാൻസാക്ഷൻ നടത്തുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പലപ്പോഴും ഫോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇത് അറിയില്ലെങ്കിൽ ഇതുവഴി തട്ടിപ്പുകൾ നടത്താം. അപ്പോൾ അങ്ങനെ നടത്തുന്നുമുണ്ടല്ലോ. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയാം. ഇതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ നമ്മൾ ഒരു ഈ ID വന്നപ്പോൾ വലിയ വ്യാപകമായ വിമർശനമുണ്ടായി. ഇതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അവസാനം ഇല്ല എന്നൊക്കെ ബോധ്യപ്പെടുകയൊക്കെ ചെയ്ത് എത്രമാത്രം സുരക്ഷിതമാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത്. അങ്ങനെ എല്ലാവരും ആധാറൊക്കെ എടുത്തു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഈ പറയുന്ന അതിൻ്റെ വിവരങ്ങൾ തന്നെ വളരെ രഹസ്യമായിട്ടാണ് സർക്കാർ സൂക്ഷിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതൊരിക്കലും ചോർത്തിയെടുക്കാനോ ഒന്നും കഴിയുന്ന കാര്യവുമല്ല. അപ്പോൾ അതുപോലെ ഒരു കാര്യമാണ് ഈ അക്ഷയ സെൻറ്ററുകളിൽ നടക്കുന്നത്. നിരവധി ആൾക്കാർ വരുന്നു, കുട്ടികൾ അവരുടെ ആപ്ലിക്കേഷൻ അയക്കാൻ വരുന്നു,
ഇല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ അയക്കാൻ വരുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഒരു ലോണിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അയാളുടെ ആവശ്യം എന്താണെന്ന് അറിയുന്നു, അയാളുടെ വിവരങ്ങൾ അറിയുന്നു. ഓരോരുത്തരുടെയും മറ്റ് വിവരങ്ങൾ കിട്ടുന്നതോടുകൂടി ഈ പറയുന്ന വിവരം വെച്ചിട്ട് മാർക്കറ്റിങ്ങിലേക്ക് ഇല്ലെങ്കിൽ ഡാറ്റ കൈമാറാനായിട്ട് ഇവർക്ക് സാധിക്കും. അത് അക്ഷയ കേന്ദ്രങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സാധ്യത വളരെ കുറവാണ്. കാരണം സർക്കാർ നിരീക്ഷണമുണ്ട്, സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വിവരം ചോർന്നു പോയാൽ അത് പിന്നീട് ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ആരോടും ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല, ആരും അവരെ നിയന്ത്രിക്കുന്നുമില്ല എന്ന് വരുമ്പോഴേക്കും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ ഡേറ്റാസും കളക്ട് ചെയ്യുക വഴി അത് പറഞ്ഞതുപോലെ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, നമ്മൾ ഈ സ്പ്രിങ്ക്ലർ പോലുള്ള അഴിമതി അന്ന് വന്നതും ഇതുമായി ബന്ധപ്പെട്ടാണ്, ഡേറ്റ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അന്ന് രമേശ് ചെന്നിത്തലയാണ് ഇത് കൊണ്ടുവന്നത്. പിന്നീട് അത് പിന്നെ നടപടിയെടുത്ത് അത് പോവുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരാളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ, വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് കഴിയുന്നൊരു സംഭവമാണിത്. പക്ഷേ ഈ സാധാരണക്കാരായ ആൾക്കാർ ഇത് അറിയുന്നില്ല. അവർക്ക് പെട്ടെന്ന് പെൻഷൻ പുതുക്കിയില്ലെങ്കിൽ ഈ കിട്ടുന്ന സർക്കാർ ഇപ്പോൾ കൊടുക്കുന്ന പെൻഷൻ കിട്ടാതെ വരും. അപ്പോൾ അത് ഇനിയിപ്പം ഇലക്ഷൻ എടുക്കുമ്പോൾ എന്തായാലും CPM സർക്കാർ 2000 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കും. അപ്പോൾ 5 മാസം കുടിശ്ശിക ഉണ്ടെങ്കിൽ ഒരു 10,000 രൂപയോളം കിട്ടും. അപ്പോൾ പുതുക്കി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട. പക്ഷേ പുതുക്കുന്ന സമയത്തും എല്ലാവർക്കും ഒരു ആദിയാണ്, ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ കിസാൻ്റെ നരേന്ദ്രമോദി നൽകുന്ന കിസാൻ ക്ഷേമനിധി തുകയും അതും ഈ പറഞ്ഞ പോലെ അതിനും അതിൻ്റെ കിസാൻ അതെ അതെ അതെ. അപ്പോൾ അതിനും ഈ പറഞ്ഞതുപോലെ കുറേയേറെ വസ്തുവിൻ്റെ കണക്കുകളും എന്ത് കൃഷിയാണ് ചെയ്യുന്നത് അടക്കമുള്ള കണക്കുകൾ ഇതെല്ലാം തന്നെ ഈ അക്ഷയ സെൻറ്ററുകൾ വഴിയാണ്. ഇപ്പോൾ വില്ലേജ് ഓഫീസിലൊക്കെ നമ്മൾ പോകേണ്ട ആവശ്യം പോലും ഇല്ല. പലപ്പോഴും ജാതി സർട്ടിഫിക്കറ്റ്, അവിടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അവിടെ പിന്നെ വസ്തുവിൻ്റെ കരം കൊടുക്കാൻ പോലീസ് ക്ലിയറൻസ്, ഇതെല്ലാം അക്ഷയ വഴിയാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അക്ഷയ സെൻറ്ററുകളുടെ തിരക്ക് വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരായ ആൾക്കാർ കരുതും കുറച്ച് പൈസ കൂടുതലായാലും നമുക്ക് ഇത് പോകാം എന്ന് പറഞ്ഞ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഏതെങ്കിലും കാരണവശാൽ ഇത് പിടിക്കപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെയ്ത സാധനം ചിലപ്പോൾ റദ്ദാക്കപ്പെടുക പോലും ചെയ്യും. അത് ഒരു സുരക്ഷിതമല്ല. കാരണം ഇത് അക്ഷയ വഴിയല്ല ചെയ്തത് എന്ന തരത്തിൽ അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ചിലപ്പോൾ ആ രീതിയിലായിരിക്കും അത് സർക്കാർ നടപടിയെടുക്കുക. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഇത്തരത്തിൽ അക്ഷയ സെൻറ്ററുകളിലല്ലാതെ ഇത്തരം സംവിധാനങ്ങൾക്ക് പോകരുത് എന്നുള്ളതാണ് വേണ്ടുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഇതിൻ്റെ രേഖകൾ സഹിതമാണ് പുറത്തുവിടുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ സഹിതം, അതായത് ഒരു അക്ഷയയുടെ നമ്പരും അവിടുത്തെ യൂസർ നെയിമും പാസ്വേഡും മറ്റ് സെൻറ്ററുകൾ കൈക്കലാക്കി അല്ലെങ്കിൽ ഇവിടുന്ന് കൊടുത്ത് അത് അവർ അവിടെ ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. അതിപ്പോൾ പരാതി പോയിട്ടുണ്ട്, വകുപ്പ് മന്ത്രിക്കടക്കം പരാതി പോയിട്ടുണ്ട്, ജില്ലാ കളക്ടർക്കും പരാതി പോയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പലയിടത്തും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആരും തന്നെ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പോയി വീഴരുതെന്നുള്ള ഒരു ഇതുകൂടിയാണ് ഈ വാർത്തയിലൂടെ നമ്മൾ നൽകുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കുറേ നാളുകളായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മാസം മുമ്പ് ഈ അക്ഷയയിൽ ഒരു കുട്ടി എൻട്രൻസ് എഴുതാനായിട്ട് ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവർക്കത് അയക്കാൻ കഴിയില്ല. അവരൊരു വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കി കുട്ടിക്ക് കൊടുത്തു. മറ്റ് ജില്ലയിലായിരുന്നു. അവരവിടെ വരെ യാത്ര ചെയ്തൊക്കെ പോയി ചെന്നപ്പോഴത്തേക്കും കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസ്, നമ്മൾ ആ വാർത്ത മുമ്പ് ചെയ്തിട്ടുള്ളത്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒരു അക്ഷയ സെൻറ്റർ പോലത്തെ സ്ഥാപനം, അക്ഷയ സെൻറ്റർ തന്നെയാണെന്നാണ് തോന്നുന്നത്, അത് കൊടുത്തു. അയാൾക്ക് വേണ്ട ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു. അവർ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്തപ്പോഴത്തേക്കും അത് മറ്റാരുടെയാണ് എന്നുള്ളത് മനസ്സിലാവിച്ചു. അപ്പോൾ ഇങ്ങനെ അക്ഷയ കേന്ദ്രങ്ങൾ ഒരുപാട് ബന്ധപ്പെട്ട് ഒരുപാട് മോശം പരിപാടി നടത്തുന്നുണ്ട്. ഒരിക്കലും നല്ലതിനല്ല. കാരണം അക്ഷയ സെൻറ്ററുകൾ സാധാരണക്കാരുടെ അത്താണിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിൽ സർക്കാർ പ്രത്യേകമായിട്ടുള്ള ഒരു നയം രൂപീകരിക്കുകയും അവിടുത്തെ ഡേറ്റ സൂക്ഷിക്കുന്നതിനൊരു സുരക്ഷിതത്വം കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഈ പറയുന്ന സംവിധാനങ്ങൾ സുതാര്യമാക്കിക്കൊണ്ട് മറ്റഴിമതിയൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.